നമ്മൾ മലയാളികൾക്കിടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സൗത്ത് ഇന്ത്യൻ സൈഡ് ഡിഷാണ് രസം. ഓരോ നാട്ടിലും വ്യത്യസ്ത രീതിയിലാണ് രസം പ്രിപ്പയർ ചെയ്യണത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ചെറിയൊരു തക്കാളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. ഇനി ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർത്തതും കൂടി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് കുതിർത്തതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ രസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 1.5 കപ്പോളം പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം സമയം തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ഈസിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. പല ഇൻഗ്രീഡിയൻസ് വെച്ചതുപോലെ തന്നെ പല രീതിയിലുമാണ് രസം പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.